കെ ശബരിനാഥിലേക്ക് കൂടി എത്തൽ. ശ്രീ ശബരിനാഥ് നോക്കൂ, 2019 77.84% പോളിംഗ് രേഖപ്പെടുത്തുമ്പോഴാണ് UDF 19 സീറ്റുകൾ കിട്ടുന്നത്. ഇങ്ങനെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മറ്റൊന്ന് രണ്ട് സന്ദർഭങ്ങൾ കൂടിയുണ്ട്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 79% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. 79.2%, അതാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ലോക്സഭയിലേക്കുള്ള കേരളത്തിലെ 1984 ശേഷം. അന്ന് UDF 17 സീറ്റ് കിട്ടി, 79% പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ. 89-ൽ 79% പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ UDF 17 സീറ്റുകൾ കിട്ടുന്നു. അതിനുശേഷം 2019-ൽ 77% രേഖപ്പെടുത്തുമ്പോൾ 19 സീറ്റുകൾ കിട്ടുന്നു. പക്ഷേ അതിൽ താഴെ കുറവുകൾ ലഭിക്കുമ്പോഴൊന്നും UDF ഒരു വലിയ രീതിയിലുള്ള സ്വീപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, 71, 72, 73% LDF 10 സീറ്റ് കിട്ടിയിട്ടുണ്ട്, LDF 9 സീറ്റ് കിട്ടിയിട്ടുണ്ട്, LDF 4 സീറ്റ് കിട്ടിയിട്ടുണ്ട്, LDF 18 സീറ്റും കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോളിംഗ് പെർസെൻറ്റേജ് 73-ന് താഴെ ആകുന്നു എന്നുള്ളത് കെ ശബരിനാഥൻ ഒരു കോൺഗ്രസ് തരംഗം ഇവിടെ ഇല്ലെന്നും ഒരു UDF തരംഗമല്ല, പകരം ഒരു LDF തരംഗത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ കണക്കുകളാണോ, സൂചനയാണോ നൽകുന്നത് കെ ശബരിനാഥൻ? അല്ല ഡോക്ടർ അരുൺ, അങ്ങീ പറയുന്ന ഇൻഫറൻസുകളൊക്കെ വളരെ പ്രിമച്വറായിട്ടുള്ള ഇൻഫറൻസാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ചാനൽ സംസാരിക്കുമ്പോഴും മലബാറിൽ, പ്രത്യേകിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും പലയിടത്തും 100 കണക്കിന് ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഒരല്പം മുമ്പ് താങ്കളുടെ ചാനൽ ഉൾപ്പെടെ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ പറഞ്ഞത് വടകര അസംബ്ലിയിൽ തന്നെ ഏകദേശം 300-400 ബൂത്തുകളിൽ ഇതുപോലെ 200 ആളുകളുടെ ക്യൂ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു 70% നിന്ന് കണക്കുകളിൽ നിന്നത് അനാലിസിസ് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. തീർച്ചയായിട്ടും ഈ ഒരു പെർസെൻറ്റേജ് രാത്രിയാകുമ്പോൾ എല്ലാവരും വോട്ട് ചെയ്തതിന് ശേഷം കൂടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഈ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ കമ്മീഷൻ പലതരത്തിലുള്ള ക്ലീനിങ് നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല വോട്ടുകളും, മരണപ്പെട്ട ആളുകളുടെയൊക്കെ പല വോട്ടുകളും ഇത് മാറിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഞാൻ തന്നെ പല ബൂത്തിൽ ചെന്നപ്പോൾ മരണപ്പെട്ട ആളുകളുടെ ഗണത്തിൽ 2021 നിയമസഭയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബൂത്തിൽ തന്നെ 10-20-25 മരണപ്പെട്ട ആളുകളുടെ വോട്ട് ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ ക്ലീനിങ് പൂർണ്ണമായി നടത്തിയിട്ടുണ്ട് എന്നതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഈ കണക്കുകൾ 2019 നോക്കിയപ്പോൾ 2,62,00,000 വോട്ടർമാരാണ് 2019 ഉണ്ടായിരുന്നത്. ഇത്തവണ 2,02,77,00,000 വോട്ടുകളാണ്. അപ്പോൾ ടേൺ ഔട്ടിൻ്റെ കണക്കിലേക്ക് വരട്ടെ, അത് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പക്ഷേ ഇന്ന് ഫീൽഡിൽ നിന്ന്, ഞാൻ തിരുവനന്തപുരത്ത് നഗരമേഖലയിൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്തും അതിനുശേഷം റൂറൽ മേഖലയിലുമൊക്കെ യാത്ര ചെയ്ത് ഏകദേശം ഒരു 6-7 അസംബ്ലി മണ്ഡലങ്ങൾ കവർ ചെയ്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനും UDF-നും അനുകൂലമായിട്ടുള്ള ഒരു വലിയ ഫാക്ടർ അവിടെയുണ്ട്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പലയിടത്തും നമ്മൾ സംഘടിതമായി വോട്ടുകൾ എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും ജനങ്ങൾ ബസ് പിടിച്ചും കാറ് പിടിച്ചും 50-60 കിലോമീറ്ററുകൾ താണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ടൊരു സൂചന നൽകുക തന്നെയാണ്. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ 80.37% 2019 പോളിംഗ്. എന്നാൽ അതിപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ശരി, ഒരു 2-3% കൂടി ഉയരാൻ സാധ്യതയുണ്ട് എന്ന കണക്കിലെടുത്താൽ പോലും ഇപ്പോഴുള്ള 71% നിന്ന് പരമാവധി 75% ആകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ 2019 വരവിനുള്ള ആവേശം വയനാട് ലോക്സഭാ മണ്ഡലം പോലും ഏറ്റെടുത്തിട്ടില്ല എന്നല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് അതിനകത്ത് തീർച്ചയായിട്ടും ഈ പെർസെൻറ്റേജിനേക്കാളും ചെയ്ത വോട്ടുകളുടെ എണ്ണം കണ്ടുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ അതൊരിക്കലും രാഹുൽ ഗാന്ധിയുടെ എതിരെയുള്ള, എനിക്ക് തോന്നുന്നു CPM-ന് എതിരെ ഒരു വലിയ ഫീൽഡ് ഗ്രൗണ്ടിലുണ്ട്. നമ്മൾ എന്തു പറഞ്ഞാലും വലിയൊരു വിരുദ്ധത ഇടതുപക്ഷ വോട്ടർമാർക്കിടയിൽ തന്നെയുണ്ട്. ആ ഇടതുപക്ഷ വോട്ടർമാർ പലരും വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല കമ്മ്യൂണിസ്റ്റുകാരും നമുക്കറിയാം, അവർ പോളിംഗ് ബൂത്തിൽ വന്നാൽ അവർ അരിവാൾ ചുറ്റിലേക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത്തവണ അത്രമാത്രം ദേഷ്യം അവർക്ക് സർക്കാരിനോടുള്ളത് കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള പല ആളുകളും നമ്മുടെയൊക്കെ നാട്ടിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇപ്പോഴൊരു അനാലിസിലേക്കാണ്. നാളെ ഈ ചർച്ച കണക്ക് വെച്ചാണെങ്കിൽ കൂടുതൽ പറയാം. പക്ഷേ ഇതിൽ നമുക്ക് സംശയമില്ലാതെ പറയാം, ഇവിടെ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ കേന്ദ്ര സർക്കാർ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. Debate with Arun Kumar.